യഥാർത്ഥത്തിൽ അദാനിയല്ല കള്ളൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കള്ളൻ. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നമ്മൾ വിചാരിച്ച ആളല്ല നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തെ കള്ളൻ അദാനിയുടെ കപ്പലിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശനെ പറ്റി. കാരണം ഈ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അദാനി ഒളിച്ചു വെച്ചിട്ടുള്ളതല്ല. ഓഹോ, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരാളല്ല നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി. ആള് പഠിച്ച കള്ളനാണ് അല്ലേ? നമ്മുടെ ചർച്ചയിലടക്കം പങ്കെടുത്തുകൊണ്ട് പറയുകയായിരുന്നു ജൂൺ 1 മുതൽ ഇതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്, പരസ്യമാണ് എന്ന്. ആ വാദം ഉന്നയിക്കുന്നവർ പക്ഷെ പ്രതികൂട്ടൽ നിർത്തുന്നത് പ്രതിപക്ഷ നേതാവിനാണ്. അദ്ദേഹം അറിയാൻ വൈകിയോ എന്ന്. അദ്ദേഹം അറിയാൻ വൈകിയെങ്കിലും അറിഞ്ഞതിൽ ഇനിയിപ്പോ അപ്പോൾ തന്നെ അതിന്റെ പതിരില്ലാതെ കേരളത്തെ വിളിച്ചറിയിക്കുകയുണ്ടായി അദ്ദേഹം. എന്താ അതിപ്പോ ആരാ പറയുന്നത്? ഒരു സമയത്ത് ഈ വി ഡി സതീശന് വേണ്ടി ജാലറി അടിക്കുകയും അവർ പിന്നാലെ നടന്ന് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ ചാനലുകാർ മുഴുവൻ എപ്പോഴും വി ഡി സതീശനും കോൺഗ്രസിനും വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള പല ചാനലുകളാണ് ഇത്തരത്തിലുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതിപ്പോ കൈരളിയാണ് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞത് കൈരളിയല്ലേ, നീ അങ്ങനെ സംഭവിക്കുള്ളൂ, നീ വർഗീയവാദിയാണ്, നീ കൈരളിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ഇപ്പൊ അതൊന്നുമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് മനോരമയും മാതൃഭൂമിയും അതുമാതിരി ഏഷ്യനെറ്റും പോലുള്ള ചാനലിലെ ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന് എടുത്തിട്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നത്. കൃത്യമായ രേഖകളും അന്വേഷണങ്ങളും കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ ആളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ കാര്യമായ കടമുണ്ട് എന്ന് തന്നെ ഓർക്കണം. കാരണം ഇവർ തന്നെ ആ വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെ അല്ലെങ്കിൽ വലതുപക്ഷത്തിനുള്ള ചായ്വുള്ള ആളുകൾ തന്നെ ഇത്തരത്തിൽ സത്യം വിളിച്ചു പറയുമ്പോൾ അത് സത്യമായിരിക്കും. എന്താണ് MSC കമ്പനിയും അദാനിയുമായിട്ടുള്ള നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഡീലിംഗ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തലിലൂടെ കേരളം കണ്ടിരിക്കുന്നത്. കാരണം ജൂൺ 29-ാം തീയതി സെബിക്ക് നൽകിയ അപേക്ഷയിൽ ഇങ്ങനെ കരാറായിരിക്കുന്നു അദാനിയും MSCയും തമ്മിൽ. ആ കമ്പനികളുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഇരുട്ടി വെളുക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തുന്നത്. പിണറായി വിജയൻ പൊതുവിൽ നുണ പറയാറില്ല. ആ പറഞ്ഞതാണ് കൃത്യമായിട്ടുള്ള വാസ്തവമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം. യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയൻ സത്യത്തിൽ നുണ പറയാറില്ല. അയാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും ആരുടെയായും മുഖത്ത് നോക്കി സത്യസന്ധമായിട്ടുള്ള കാര്യമേ പറയാറുള്ളൂ. ആരെയും ചിരിച്ചുകൊണ്ട് കഴുത്താർക്കാറുമില്ല. ആരെയും ഇത്തരത്തിലുള്ള എന്താണ് കോപ്രായങ്ങൾ കാണിച്ച് പിടിച്ചു നിർത്താറുള്ള ഇത്തരം നുണകളും പറയാറില്ല. ഒരു നുണയും അദ്ദേഹം പറയാറില്ല എന്ന് ആരാ പറയണമെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. വലതുപക്ഷ മാധ്യമങ്ങളാണ് ഇപ്പൊ ഓരോ സത്യങ്ങളും പുറത്ത് ഇറങ്ങി തുടങ്ങി. അതാണ് പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി ഇതിലെ ആശങ്ക. മുഖ്യമന്ത്രി അത് വിശദീകരിച്ചു. മാന്യമായി പ്രതിപക്ഷം എടുത്ത നിലപാടെന്ന് പറയുന്നത് അതിലൊരു വ്യക്തത വന്നു എന്നായിരുന്നു. പക്ഷെ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അദ്ദേഹം ചെയ്ത ഉത്തരവാദിത്തം കേരള സമൂഹത്തെ അത് വിളിച്ചറിയിക്കുകയാണ്. അതിനൊപ്പമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നലെ നടന്ന കാര്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ് പുതിയ സാഹചര്യം. വലതുപക്ഷ മാധ്യമങ്ങളാണ് ഒരു കാലത്ത് നമ്മുടെ വി ഡി സതീശനും കോൺഗ്രസിനും വേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള പല വലതുപക്ഷ മാധ്യമങ്ങളാണ് ഇപ്പൊ ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിൽ 100% സത്യം ഉണ്ടെന്ന് തന്നെയാണല്ലോ ജനം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ പല ജനങ്ങളും മനസ്സിലാവില്ല. കാരണം എന്താ, വി ഡി സതീശന്റെ അടിമകൾക്ക് എങ്ങനെ മനസ്സിലാക്കാന്? അതൊരിക്കലും മനസ്സിലാകില്ല. ഇത്രയും സത്യസന്ധമായ ഓരോ കാര്യങ്ങൾ മാധ്യമങ്ങൾ വന്ന് പറയുകയാണെങ്കിൽ കൃത്യമായ തെളിവുകളും രേഖകളും ഇല്ലാതെ അവരത് പറയില്ലല്ലോ. എന്താണ് നമ്മുടെ MSC കമ്പനിയും അദാനിയുമായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ അന്തർധാര ഡീലിംഗ് എന്ന്? അതുകൊണ്ട് പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതെല്ലാം അറിയുന്നയാളാണ്. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണല്ലോ. ആ പറഞ്ഞത് 100% കറക്റ്റായിട്ടുള്ള കാര്യം. കാരണം പിണറായി വിജയൻ സഖാവ് ഇതിനെക്കുറിച്ച് അറിയാതെയോ പഠിക്കാതെയോ പറയില്ല. കാരണം പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളെ തന്നെയാണ് വി ഡി സതീശൻ. അപ്പൊ വി ഡി സതീശൻ അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയനും അറിയാം, അതുമാതിരി വി ഡി സതീശനും അറിയാം. എന്നിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുക, കള്ളങ്ങൾ പറയുക, മടുക്കനാണ്. അപ്പോ ഇതെല്ലാം അറിയുന്നയാളാണ്. ആ കാര്യങ്ങൾ ഇനിയും മനസ്സിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിനറിയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സംശയം നിഴലിൽ നിർത്തുന്ന ആരെയാണ്? ഒരു സംശയം വേണ്ട, മുഖ്യമന്ത്രി വി ഡി സതീശനെ തന്നെയാണ്. ഇവിടെ നഗ്നമായ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത്. അദാനി ഈ കരാർ ലംഘിച്ചിരിക്കുന്നു. മുൻകൂർ അനുമതി സർക്കാരിന്റേത് വേണം എന്ന് പറയുന്ന വ്യവസ്ഥ അദാനി ലംഘിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിന് വേണ്ട ഒരു മുന്നുപാധികളും ഈ അദാനി കമ്പനി ഇതുവരെ അനുസരിച്ചിട്ടില്ല. അവർ ഏകപക്ഷീയമായി നീങ്ങിയിരിക്കുന്നു. ഇവിടെ കേരളത്തിന്റെ തന്നെയാണ് ഈ ആത്യന്തികമായി വിഴിഞ്ഞം തുറമുഖം എന്നത്. അതിലെ പാർട്ണറാണ് അദാനി. അതിലെ ചെറിയ നിക്ഷേപമുള്ള ഘടകവും കൂടെയാണ് അദാനി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപവും ഏറ്റവും കൂടുതൽ ഓഹരിയുമുള്ളത് സർക്കാരാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് ഉയർന്നു നിൽക്കേണ്ടത് പൊതു താല്പര്യമാണ്. അതിന് കേരളം കാവലാളായി വെച്ചിരിക്കുന്നയാളുടെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ്. അപ്പൊ അദാനിയും MSC കമ്പനിയും നിയമലംഘനങ്ങൾ ഒരുപാട് നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുമാതിരി തന്നെ വിദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മുഖ്യ ഭൂരിഭാഗവും നടത്തിയിരിക്കുന്നത്. അതായത് മുഖ്യ ഭൂരിഭാഗവും ഒരു അദാനി MSC കമ്പനി ഒരു പാർട്ണർ എന്ന് മാത്രം, ബാക്കിയുള്ളതിന്റെ മുഴുവൻ അവകാശം കേരളത്തിൽ തന്നെയാണ്. അതല്ലാതെ അദാനിയുടെ ശിങ്കിടി മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആയിരിക്കേണ്ടയാളല്ല വി ഡി സതീശൻ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വിസ്മയകുമാരൻ ഇപ്പോൾ ഈ പറയുന്ന അദാനിയുടെ ശിങ്കിടി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. എങ്കിലും ഇതിന് കാവലാളായി വെച്ചിരിക്കുന്നത് നല്ലൊരു മനുഷ്യന് തന്നെയാണ്. അതായത് കാവലാളായി വെച്ചിരിക്കുന്ന നല്ലൊരാൾ തന്നെയാണ്. കറക്റ്റാണ്. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആളെ തന്നെയാണ് നമ്മളൊരു കാവലാളായി വെച്ചിരിക്കുന്നത്. കൃത്യം തന്നെയാണ്. അതിന്റെ പേരാണ് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതുകൊണ്ടായിരിക്കാം ഈ മാധ്യമങ്ങളും പത്രക്കാരൊക്കെ പറയുന്നത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന്, അല്ലേ?